ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആണ് സന്ധ്യ മാഡം. ഞാനെപ്പോഴും പറയും, ആവശ്യത്തിന് സംസാരിക്കേണ്ട കാര്യങ്ങളിൽ അർത്ഥവത്തായ മാർഗനിർദ്ദേശങ്ങളുണ്ടായിരിക്കുക. അത് പലർക്കും പറ്റാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ സംസാരിച്ചു നമ്മുടെ ബിന്ദു മിടുക്കിയായ ഒരു രാഷ്ട്രീയ നായികയാണ്. ഞാൻ പറയും, ജോലി ചെയ്യാൻ ബിന്ദുവും ബാക്കി മുദ്രാവാക്യം വിളിക്കാൻ ആണുങ്ങളോ അതാ ബിന്ദുവിൻ്റെ തലയിലെഴുത്ത്. സത്യം, എല്ലാത്തിനും ബിന്ദു മുന്നിട്ടിറങ്ങും, വളരെ ആക്റ്റീവാണ്. എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഒരു വിമൻസ് എംപവർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ ചോദിക്കാറുണ്ട്, ഈ എംപവർമെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഈ വിമൻസ് എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം എവിടെ നിന്ന് തുടങ്ങണം? അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഇത് സ്ത്രീകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. കാരണം സ്വന്തം മക്കളെ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടാത്തതിനെ തിരസ്കരിക്കാനും ഒക്കെയുള്ള ഒരു ഉപദേശം കൊടുത്ത് ഒരമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ ഇന്ന് അമ്മമാർ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കഷ്ടമാണത്. എങ്ങോട്ടാണ് കേരളം പോകുന്നതെന്ന് അതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയില്ല കേട്ടോ, ഒന്നും പറയത്തില്ല. കാരണം ഇത് ഈ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് നമ്മൾ പലതും കേൾക്കുന്നു, പലതും മാധ്യമങ്ങളിലൂടെ അറിയുന്നു, പല വേദികളിലും ചെല്ലുമ്പോൾ ഇതുപോലെ നമ്മൾ കേട്ടറിയുന്നു. ഇതിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ നല്ല ഗുണങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മോശമായ പ്രവണതകളെ സ്വീകരിക്കാനുള്ള ഒരു വാസന സ്ത്രീകളിലും പുരുഷന്മാരിലും വലിയ തോതിലുണ്ട് ഇന്ന്. ഇപ്പം നമ്മൾ തന്നെ എത്രയോ കാലമായിട്ട് സ്ത്രീക്ക് സമത്വം വേണം, തുല്യത വേണം, അവിടെ വേണം, ഇങ്ങനെ വേണം, എല്ലാ രംഗത്തും വേണം. മിടുക്കികളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് എനിക്കിപ്പോൾ പലപ്പോഴും തോന്നിയിരിക്കുന്നത് വേഷവിധാനമാണോ എന്ന് തോന്നാറുണ്ട്. സത്യം പറയുകയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത്, എൻ്റെ വീട്ടിലടക്കം എല്ലായിടത്തും പറയുന്നതാണ്. ശരി, നല്ല കാര്യം. ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പം ഒരു നൈറ്റിയൊക്കെ ഇട്ടോ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ നമുക്കതാണ് സൗകര്യം. പക്ഷേ ഒരു മാന്യമായ സദസ്സിന് മുമ്പിൽ പോകുമ്പോൾ സ്ത്രീകൾ എങ്ങനെ വേഷവിധാനം ചെയ്യണം? ഞാൻ വളരെ അടുത്തറിയാവുന്ന, ഞാൻ എൻ്റെ ഒരു മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു പിടി നായികമാർ, അത് സിനിമയാവട്ടെ സീരിയലാവട്ടെ, അവരൊക്കെ ഹാഫ് സാരിയൊക്കെ കൊടുത്ത് അല്ല പട്ടുപാവാട ബ്ലൗസും ഒക്കെ ഇട്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പോൾ അവരങ്ങനെ നടന്നോട്ടെ. പക്ഷേ പൊതുവേദികളിൽ വരുമ്പോൾ വേഷവിധാനം കാണുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ വരെ നോക്കാറുണ്ട്, ഇതെന്ത് പറ്റി ഈ പിള്ളേർക്കെല്ലാം തോന്നാറുണ്ട്. സത്യം പറയുക, പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അതുപോലെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഉള്ള വായിച്ചറിവാണ് മദ്യപാനം അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതൽ സ്ത്രീകളിൽ കാണുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു സർവേക്ക് ഞാൻ പോയിട്ടില്ല, എങ്കിലും ചില സംഭവങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ പറയുന്നത് പോലെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിന് ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ കുറ്റം പറയത്തില്ല. ശരിയാണ്, നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് സാധിക്കണം, ഭരണ സംവിധാനങ്ങൾക്ക് കഴിയണം. ഇതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിലിപ്പോൾ 5 മക്കളുണ്ടെന്ന് വെച്ചോളൂ, എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും കാക്കയ്ക്ക് തൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ 5 കുഞ്ഞുങ്ങളോടും സ്നേഹമായിരിക്കും. പക്ഷേ ഇന്ന് കുട്ടികളുടെ മനസ്സിൽ അമ്മയ്ക്ക് ചേട്ടനോടാണോ ഇഷ്ടം, ചേച്ചിയോടാണോ ഇഷ്ടം, അനിയനോടാണോ ഇഷ്ടം, അനിയത്തിയോടാണോ ഇഷ്ടം, ഈ വക തെറ്റിദ്ധാരണകൾ ഒരുപാട് നിലനിൽക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിൻ്റ്, നമ്മൾ ഇതിൻ്റെ ബാലപാഠങ്ങൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അച്ഛനായാലും അമ്മയായാലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് മനസ്സിലാക്കാനുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക. വീട്ടിൽ കിടന്ന് തമ്മിലടിച്ചേച്ച് മോനെ വഴക്കടിക്കല്ലേ മക്കളെ, വഴക്കുണ്ടാക്കിയാൽ ദൈവം കോപിക്കും എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലേ? അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം
കുട്ടികൾക്കുണ്ടാവണം. ഒന്ന്. മറ്റൊന്ന്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയൊന്നും വന്ന് ചോദിച്ചില്ലെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന പ്രധാന അധ്യാപകരും ഹെഡ് മിസ്ട്രസ് അടക്കം എൻ്റെ അച്ഛൻ്റെ കുടുംബമായിട്ടൊക്കെ ചില ബന്ധുത്വമുള്ളവരാണ്. ആഴ്ചയിലൊരു ഫോൺ വരും, അവളങ്ങനെയുണ്ട്, പാട്ടും ഡാൻസും മാത്രമേ ഉള്ളോ അതോ പഠിത്തം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്ന് ഞങ്ങളൊക്കെ എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനും പോകുന്ന ഒരു 10 പിള്ളേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിയുകയാണ്. പക്ഷേ ഇതിലൊക്കെ പോയാലും പഠിക്കണം, മിനിമം ഒരു ഫസ്റ്റ് ക്ലാസ് എങ്കിലും വാങ്ങണം എന്ന് പറയാൻ വീട്ടിലും വിദ്യാലയങ്ങളിലും ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അധ്യാപകർ ഒന്ന് ശാസിച്ചാൽ, ഒരു വടിയെടുത്താൽ അവരുടെ നേരെ കുട്ടികൾ തിരിഞ്ഞു നിൽക്കുന്നു. ചോദിച്ചാൽ പറയും അവൻ ലഹരിയിലാണെന്ന്. ഇതെന്താ സംഭവം? എനിക്ക് സത്യം പറഞ്ഞാൽ പല മാധ്യമങ്ങളോടും ഞാൻ പറയാറുണ്ട്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അവിടെ അവരുടെയും കൈകൾക്ക് വിലം കൊണ്ടെന്ന് എനിക്കറിയാം, സ്വാഭാവികം മാത്രം. ചിലർക്ക് ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളോട് താല്പര്യം കാണും, ചിലർക്ക് മറ്റു ചിലരോടായിരിക്കും. ഈ താല്പര്യങ്ങൾക്കനുസരിച്ച് എഴുത്തിൻ്റെ മൂർച്ച കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഇപ്പോൾ തന്നെ ബിന്ദു പറഞ്ഞു ആശാ വർക്കേഴ്സിൻ്റെ കാര്യം. ആശാ വർക്കേഴ്സിന് എത്ര പൈസ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളാണ്. ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ ആർക്കുമല്ല, കേരള കൗമുദിക്ക് തന്നെയാണ്. ഞാൻ അതിനകത്ത് മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് പറഞ്ഞു, സാർ ഞാൻ പറയില്ല വിദേശ നിക്ഷേപം ഇവിടെ വരണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. അത് ഒരുപാട് പേർക്ക് ജോലി കിട്ടും, സംസ്ഥാനത്ത് കുറച്ച് വരുമാനം ഉണ്ടാകും. പക്ഷേ വരുന്ന നിക്ഷേപങ്ങൾ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഞാനിന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ എന്ത് പറഞ്ഞാലും ശരി, അവരാരും പുറത്തു പോയിട്ട് വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി കാശുണ്ടാക്കുന്നവരല്ല. അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. അതാര് ഭരിച്ചാലും, ഇപ്പോൾ ഇതെല്ലാം പ്രതിപക്ഷം വഴക്കുണ്ടാക്കുന്നു, അല്ലെ വേറെ BJP വഴക്കുണ്ടാക്കി, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വഴക്കുണ്ടാക്കി, ഇതൊക്കെ ചെയ്യുമെങ്കിലും ഈ ഭരണ നേതൃത്വങ്ങൾക്ക് അവരുടേതായ ചില തീരുമാനങ്ങളുണ്ട്. ഒരാൾ ഭരിക്കുമ്പോൾ മറ്റൊരാൾ പ്രതിപക്ഷത്തായിരിക്കും, സമരം ചെയ്യും. ഇയാൾ ഭരിക്കുമ്പോൾ മറ്റവർ വീണ്ടും വന്ന് ഇതിങ്ങനെ കുറേ കാലങ്ങളായിട്ട് പോകുന്നതല്ലാതെ, അത് ഞാൻ പറയാൻ കരുതുന്നത് അറിയോ, വളരെ സാധാരണക്കാരായ ചില ആൾക്കാർ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീ അടക്കം ആരോഗ്യ പരിരക്ഷ, ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. 3 മാസം കാട്ടാക്കട ഉറിയാക്കോട് പോസ്റ്റ് ഓഫീസിൽ ഇതൊരു ചാക്കിൽ കെട്ടി ചെലന്തി വില അടിച്ച് അവിടെ കിടക്കുകയാണ് ഇവരുടെ ആരോഗ്യ പരിരക്ഷ കാർഡ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കൊടുക്കാത്തേ? അല്ല മേഡം, അത് കഴിഞ്ഞ പ്രാവശ്യമാണേ, കഴിഞ്ഞ ഇലക്ഷന് മുമ്പാണ്, അതിപ്പോൾ സമയമില്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന്. ഉടനെ ഞാനവിടെ ചെല്ലുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തമാശ പോലെ അവിടെ ചായ വയ്ക്കുന്നവരത്തെ പറയാം, അതൊന്നും അല്ല മേഡം, ഇപ്പോൾ കൊടുത്താൽ ഇത് ഏത് സർക്കാർ കൊടുത്താൽ അത് ചോദിച്ചു വോട്ടോ മറ്റോ അങ്ങോട്ട് പോയപ്പോൾ സാധാരണക്കാരൻ്റെ വിചാരം ഇങ്ങനെയാണ്. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി, മതം, രാഷ്ട്രീയം, വ്യക്തിവൈരാഗ്യം ഇതെല്ലാം നടക്കുന്നതെല്ലാം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. അതൊരു മാറ്റം വരണം. പാവങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സാധാരണക്കാരായ, ഇപ്പോൾ ഇവിടെ സാക്ഷരത എന്നൊക്കെ പറയുന്നെങ്കിലും സാക്ഷരത എന്തുമാത്രം ഉണ്ടെന്നുള്ള സത്യം നമുക്കെല്ലാം അറിയാം. ഒരു പേരെഴുതാൻ പഠിച്ചാൽ 100% സാക്ഷരത എന്നാണ് പറയുന്നത്. പോരാ, അതൊന്നും അല്ല 100% സാക്ഷരത. കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള വിവരവും വിജ്ഞാനവും അക്ഷരജ്ഞാനവും എല്ലാവർക്കും വേണം. അതില്ലാത്തിടത്തോളം സാക്ഷരത എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ ഒരു ബാങ്ക് ജപ്തി ചെയ്യാൻ വന്നു, സാറേ അത് കാശ് കിട്ടിയില്ല, ഒരു 4 മാസം കൂടെ സമയം വേണം എന്ന് പറഞ്ഞാൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചേച്ച് പോവുക. എല്ലാ വീട്ടിലും ഇത് ഒട്ടിക്കുമോ? പറയട്ടെ, ഏതെങ്കിലും പാർട്ടിക്കാർ പറയട്ടെ. ആര് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല, ഞാനൊരു പാർട്ടിയുടെയും കൂടി പിടിച്ച് നടക്കുന്ന ആളല്ല. അപ്പോൾ എവിടെ നോക്കി എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയുള്ള ലോക്കൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അതിൻ്റെ നേതാക്കളോ ഒക്കെയാണ്. ഈ സംവിധാനം കൂടി അതാത് മന്ത്രിമാരിലെത്തിക്കഴിയുമ്പോഴാണ് ഒരുപക്ഷെ അവിടെയുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ദിവസങ്ങളിങ്ങനെ പോവുക, അവിടെ ആത്മഹത്യയായി, വിഷം കഴിക്കലായി. എന്താണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്?
അപ്പോൾ എനിക്ക് ഈ വളർന്നു വരുന്ന യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന കൂട്ടുകാരെ മാറ്റി നിർത്തുക. അവർ നിങ്ങളുടെ നന്മയ്ക്ക് കൂടെ കൂടിയവരല്ല, ഒരിക്കലുമല്ല. അതവർ മനസ്സിലാക്കണം. അവർ കാണിച്ചു തരുന്ന വഴിയെ പോയാൽ ഒരു അനന്തര ഫലം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ അവരൊറ്റപ്പെടുക, ഏകാന്തത അനുഭവിക്കുക, ആരുമില്ലാത്തവരായി പോവുക എന്നുള്ളൊരവസ്ഥാവിശേഷത്തിലേക്ക് ഈ പിള്ളേരെല്ലാം പോകും. അപ്പോൾ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ എല്ലാ രാഷ്ട്രീയക്കാരോടും. ചില കാര്യങ്ങൾക്ക് കക്ഷിരാഷ്ട്രീയം മറന്ന് ജാതിമതഭേദമന്യേ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് തന്നെ പോകണം. അവർ ഭരിക്കുമ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഭരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കി അതവിടെ തീരും. ബഹളമുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിലും ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കണ്ണടച്ചിട്ടുണ്ട്. അത് ഭരണപക്ഷമായാലും ശരി, പ്രതിപക്ഷമായാലും ശരി. ഇതൊക്കെ ഞാൻ പറയുന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ പറയും വലിയ ചേച്ചിക്ക് കുറച്ച് വാചോടി കൂടുതലാന്ന് പറയാം. അതൊന്നും സാരമില്ല, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഒരു സ്ത്രീ അല്ലെ വിമൻസ് എംപവർമെൻറ്റ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ബിന്ദു പറഞ്ഞതുപോലെ സന്ധ്യ മാഡമൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എന്ത് കറക്റ്റായിട്ടാണ് നമുക്കതിൻ്റെ ഉത്തരം ലഭിക്കുന്നത്, അല്ലേ? അത് വേറെ ചർച്ചയില്ല, വേറെ ആലോചനയില്ല, മനസ്സിലുള്ളത് തുറന്നു പറയും. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഭരിക്കുന്നവരും ചെയ്യേണ്ടത്, പ്രതിപക്ഷത്തിരിക്കുന്നവരും ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് സാറേ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്താൻ അവരെ കൊണ്ട് സാധിക്കില്ല. ആ ജോലി ഒരു പരിധിവരെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം എന്നെനിക്കൊരു വിനീതമായ അപേക്ഷയുണ്ട്. കാരണം നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും പറയും, അയ്യോ വലിയ ചേച്ചി ഇങ്ങനെ അങ്ങനെ മറ്റത് മറിച്ചത് എല്ലാം കേട്ട അവസാനം സിനിമാക്കാരൻ്റെ തലയ്ക്ക് കൊണ്ടുവയ്ക്കും, ഇതെല്ലാം സിനിമയിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കര പക്കിയൊക്കെ ഉണ്ടായത് സിനിമയിൽ നിന്നാണോ? അവരുടെ കഥ സിനിമയാക്കി. ഒരു അധ്യാപകൻ്റെ കൈവെട്ടി ദൂരെ എറിഞ്ഞു, അത് സിനിമ കണ്ടിട്ടാ? അല്ല. എത്രയോ കൊലപാതകങ്ങൾ കഷണങ്ങളാക്കി ചാക്കിലാക്കി ഭാര്യയുടെ മകൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു, അത് സിനിമ കണ്ടിട്ടാ? അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, സിനിമയല്ല ഇമാതിരി സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോരോ കണ്ടൻ്റ് ഉണ്ടല്ലോ, അതിനകത്ത് എത്തിയും അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കഥ, അതാണ് എഴുത്തുകാർ സിനിമയാക്കി പടച്ചു വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം നടക്കുമ്പം അത് എന്ന് വിചാരിച്ച് സിനിമയിൽ വയലൻസ് വേണം എന്നുള്ള അഭിപ്രായക്കാരിയല്ല ഞാൻ. അതൊക്കെ ആവശ്യത്തിന് മതി, കൂടുതൽ വേണ്ട. അതൊരു സത്യം തന്നെയാണ്. അല്ലാതെ സിനിമ കണ്ടുകൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ ഇതെല്ലാം അങ്ങ് സംഭവിക്കുമെങ്കിൽ നല്ല പടങ്ങൾ എത്രയോ ഉണ്ട്. വളരെ നല്ല കുടുംബകഥകളുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ എന്നൊക്കെ പറഞ്ഞ പ്രഗത്ഭരായ സിനിമാ സംവിധായകരുടെ നാടാണിത്. അവരൊക്കെ ഈ അടിയും പിടിയും വഴക്കുവാണോ കാണിച്ചുകൊണ്ടിരുന്നത്? അല്ലല്ലോ. എന്നിട്ട് എത്ര പേരിവിടെ നന്നായി അതൊന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് ശേഷമല്ലേ ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ അതൊന്നുമല്ല കാര്യം. വളർന്നു വരുന്ന തലമുറയെ ആരോ വിഷാംശം കുത്തി അവരുടെ ബുദ്ധിക്ക് ഒരു സ്ഥിരതയില്ലായ്മ ഉണ്ടാക്കുക, അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാതാവുക, ഇതാണ് ഒരു അപകടം പിടിച്ച മേഖല. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദയവ് ചെയ്ത് ഈ അച്ഛനമ്മമാർ മക്കൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എൻ്റെ മകൻ അവിടെ എത്തിയോ, അവനെന്ത് ചെയ്യുന്നു, എങ്ങനെയുണ്ട് അവൻ്റെ പഠിത്തം, അവൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, അധ്യാപകരെയൊക്കെ ബഹുമാനമുണ്ടോ, ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് അന്വേഷിക്കാം. അരമണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ഹോസ്റ്റലിൽ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ട കൊച്ചിനെ പിന്നെ 6 മാസം കഴിഞ്ഞ് ആ കൊച്ച് അവധിക്ക് വരുമ്പോഴേ അച്ഛനും അമ്മയെ അറിയുന്നുള്ളൂ എന്തോ അവിടെ എന്നുള്ളത്. അതൊക്കെ ശരിയല്ല. ആ തെറ്റ് ഞാൻ രക്ഷകർത്താക്കളിൽ തന്നെ വയ്ക്കുകയുള്ളൂ. പിന്നെ അധ്യാപകർ ഒരു സംശയം തോന്നിയാൽ ആ കുട്ടിയെ കുറച്ച് കൂടുതലൊരു ഒബ്സർവേഷൻ ഇടണം. എന്താണ് ഇവൻ്റെ പണി? ഇവൻ രാവിലെ ക്ലാസ് കട്ട് ചെയ്ത് പോയി, എവിടെ പോയി? നമ്മൾ ഈ അടുത്ത കാലത്ത് വീഡിയോ കണ്ടില്ലേ, സ്കൂളിൻ്റെ പുറകിൽ മറവിലൊക്കെ നിന്നിട്ട് കൊച്ചു പിള്ളേർ വരെ എന്തൊക്കെയാ ദൈവമേ കാണിക്കുന്നത്. ഹോ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറ ഭാഗ്യം ചെയ്തവരാ. അന്നിങ്ങനെ ജാതിയും മതവും പറഞ്ഞിട്ടുള്ള അടിയൊന്നുമില്ല. വിമൻസ് കോളേജിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരൊറ്റ കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും. ഇതെങ്ങനെ പിന്നെ ഇവിടെ വന്നു? നിങ്ങളെല്ലാവരും ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഓരോ ജില്ലയുടെയും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ വേർതിരിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയുണ്ടാക്കി. സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറഞ്ഞാൽ സംഘി, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ശംഭോ മഹാദേവ എന്നോ അല്ലെ നമോ എന്നോ പറഞ്ഞാൽ BJP. ഇതൊക്കെ ആരുണ്ടാക്കിയ കഥകളാണ്? എല്ലാം വോട്ടിന് വേണ്ടി തന്നെ. അപ്പോൾ വോട്ടിന് വേണ്ടി ഈ പറഞ്ഞ പോലെ വോട്ട് തേടി ഇറങ്ങുന്ന ഒരുപക്ഷെ വലിയ നേതാക്കന്മാരല്ലായിരിക്കാം. ഈ അണികൾക്കും ഇമാതിരി അടിപിടികൾക്ക് ഒരു കാര്യമായ പങ്കുണ്ട്. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. മോനെ, ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരെയൊക്കെ ആര് നോക്കുമെന്നാണ് ഈ പറയുന്നവരൊക്കെ കൊണ്ട് നടക്കുമോ? അപ്പോൾ ഉടനെ ശിക്ഷയായി, അതായി, മറ്റതായി, മറിച്ചതായി, ജീവിതം ഇങ്ങനെ എവിടെ എത്താത്ത രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ഭാരമായിട്ട് വീട്ടിൽ കഴിയുക. അങ്ങനൊരു അവസരം വരുമ്പോഴാണല്ലോ മക്കൾക്ക് പലതും തോന്നുന്നത്. കടം കയറി അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഈ യുവതലമുറയുടെ പോക്കിനെ എല്ലാവർക്കും പങ്കുണ്ട്. രക്ഷകർത്താക്കൾ, അധ്യാപകർ, ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ കക്ഷികൾ, അവരോടൊപ്പം പഠിക്കുന്ന സഹപാഠികൾ, ഇവരെല്ലാവരും ഒന്നിച്ച് തന്നെ ഒരു കൂട്ടായ്മയായ ഒരു പ്രതിജ്ഞ എടുത്ത് ഇന്ന് ഈ പെണ്ണുങ്ങളടക്കം ഞങ്ങളൊക്കെ ഉണ്ട് ചേച്ചി, എവിടെങ്കിലും ഇപ്പം നിങ്ങൾക്കൊക്കെ രഹസ്യമായിട്ട് അറിയിക്കാം, പലതുകൊണ്ട് ഞാൻ കണ്ടതായി അടുത്ത കാലത്ത്. അക്കൗണ്ട്സ് ഓഫീസിൻ്റെ മുമ്പിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരോടൊന്നും ചോദിക്കരുത്. അക്കൗണ്ട്സ് ഓഫീസിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ലോക്കറിൽ പോയി, ഇപ്പോൾ അത് അവിടെ എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ ഞാനങ്ങ് എറണാകുളത്താണ്. അവിടെ നിൽക്കുമ്പോൾ തേക്കാണ് മുകളിൽ. അപ്പോൾ 2-3 പിള്ളേർ വരുന്നു, താഴെ ഒരു അലമാരി തുറക്കുന്നു, കൊടുക്കുന്നു, പോകുക. അപ്പോൾ എനിക്കിത് അപ്പം ഇത്ര സീരിയസ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ തേപ്പുകാരൻ എന്തുവാ, അയ്യോ വല്ല സിഗരറ്റ് വല്ലതും ആണോ എന്തോ കൊച്ചുങ്ങൾക്ക് എടുത്ത് കൊടുത്തത് എന്നെനിക്ക് തോന്നിയിട്ട്, സാറേ എന്തോ അത് നോക്കണേ, കുറേ പിള്ളേർ കൂടെ വരുന്നുണ്ട്, ഏതാണ്ട് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴല്ലേ ഇത്രയും ഗൗരവമാവുന്നത്. മുക്കിനുള്ള സ്കൂളിലും കോളേജിലും എല്ലാം ഇതാണ് കച്ചവടം എന്ന് പറയണമെങ്കിൽ ഈ സാധനം എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, ആരുടെ സഹായത്തോടുകൂടി കൊണ്ടുവരുന്നു, ഇതൊക്കെ അറിയാവുന്നൊരു ധൈര്യപൂർവ്വം പറയുക. ഇത് ഒഴിവാക്കിയില്ലെങ്കിലത്തെ പ്രശ്നം എന്താ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. പേടിയാണ് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാനും ഒക്കെ. ഇപ്പോൾ ആരെ ഏത് തരത്തിലാണ് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരു കാരണം വേണ്ട, പ്രത്യേകിച്ച് വിരോധമൊന്നും വേണ്ട, ഒരു രസം ഇത് തന്നെ. അപ്പോൾ എനിക്ക് കേരള കൗമുദി അടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളോട് ആത്മാർത്ഥമായ ഒരു പരിശ്രമം, ഒരു കൂട്ടായ്മ ഇതിനു വേണ്ടി ഉണ്ടാവണം. മല്ലിക ചേച്ചി ഒരു വയസ്സായ അമ്മ എന്നുള്ള നിലയിൽ എന്ത് കാര്യത്തിനും അതെനിക്ക് കേരള കൗമുദി കുടുംബമായിട്ട് ഒരുപാട് വർഷത്തെ ബാലകൃഷ്ണൻ സാറുള്ളപ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. ഞാൻ തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ചെറുക്കേണ്ട കാര്യം തന്നെയാണ്, അതിനൊരു സംശയം വേണ്ട. അങ്ങനെ ഒരു നല്ല തുടക്കത്തിന് കൂടി ഇന്നത്തെ ഈ ദിവസവും ഈ സമ്മേളനവും ഈ സംസാരങ്ങളും പ്രയോജനകരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.